ഹേ ഗായ്സ്, വെൽക്കം ബാക്ക്. അപ്പോ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോ നമ്മളിപ്പോ ഉള്ളത് ഷിംലയിലാണ്. നമ്മളിപ്പോ പോയിക്കൊണ്ടിരിക്കുന്നത് ഒരു സ്ഥലത്തോട്ടാണ്. ആ സ്ഥലം ഞാൻ വഴിയെ കാണിക്കുമ്പോ നിങ്ങൾക്ക് മനസ്സിലാവും എവിടെയാണെന്ന്. അപ്പൊ ഞാൻ പറയാൻ ചെയ്യാട്ടോ. നമ്മൾ ഈ മങ്കിക്കുട്ടനെയാണ് കണി കണ്ടിട്ട് പോകുന്നത്. അപ്പൊ ഇന്നത്തെ ദിവസം ശുഭം. ഇത് കാണുമ്പോ തന്നെ ഇവിടെ വന്നിട്ടുള്ളവർക്ക് ഏകദേശം ഐഡിയ കിട്ടിയിട്ടുണ്ടാവും ഞാനിപ്പോ എവിടെയാ ഉള്ളത് എന്നുള്ള കാര്യം. നമ്മളിപ്പോ പോയിക്കൊണ്ടിരിക്കുന്നത് ഹിമാചൽ പ്രദേശത്തെ പ്രശസ്തമായ ഒരു സ്ഥലത്തേക്കാണ്, അതായത് മാൾ റോഡ്. ഈ മാൾ റോഡ് എന്നത് വിനോദസഞ്ചാരികൾക്ക് ഏറെ ആകർഷണീയമായ ഒരു സ്ഥലമാണ്. ഇത് ഷിംല, മണാലി പോലുള്ള നഗരങ്ങളിലെ പ്രധാന ഷോപ്പിംഗ് സ്ട്രീറ്റ് ആണ്. ഷിംലയുടെ ഹൃദയഭാഗത്തായി സ്ഥിതി ചെയ്യുന്ന മാൾ റോഡ് ഇവിടെ എത്തുന്ന ഓരോ വിനോദസഞ്ചാരികളുടെയും മനസ്സ് പിടിച്ചടക്കുന്ന ഒരു സുന്ദരമായ സഞ്ചാര പാതയാണ്. കൊച്ചു കൊച്ചു കടകളും കഫേകളും ഐതിഹാസിക കെട്ടിടങ്ങളും ഒക്കെ ചേർന്നതാണ് മാൾ റോഡ്. മുൻതൂക്കം നൽകേണ്ടിയിട്ടുള്ള ചില പ്രത്യേകതകളും കൂടി ഞാനിവിടെ പറയാം. വാഹന പ്രവേശനമില്ലാത്ത മേഖല, അതായത് മാൾ റോഡിലേക്കുള്ള പ്രവേശനം കാൽനട യാത്രക്കായി മാത്രമാണ്. അതിനാൽ സന്ദർശകർക്ക് സ്വതന്ത്രമായി നടന്നു നോക്കാനും ആസ്വദിക്കാനുമുള്ള അവസരമുണ്ട്. ഷോപ്പിംഗ് ഹബ്ബ്, അതായത് ഹിമാചലിന്റെ സാംസ്കാരിക പൈതൃകം പ്രതിഫലിപ്പിക്കുന്ന ലഹങ്ക, ഷോളുകൾ, ഹാൻഡ് ക്രാഫ്റ്റ് സാധനങ്ങൾ, ഓർമ്മ വസ്തുക്കൾ എന്നിവ ഇവിടെ ലഭ്യമാണ്. അതുമാത്രമല്ല, ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് അഡ്വാൻസ്ഡ് സ്റ്റഡീസ്, ചർച്ച് ഓഫ് ക്രൈസ്റ്റ് തുടങ്ങിയ കെട്ടിടങ്ങൾ സമീപത്തായി കാണാം. റെസ്റ്റോറന്റുകളും കഫേകളും, ചൂട് ചായയും ഹിമാചലി ഭക്ഷണങ്ങളും രുചിക്കാനായി മനോഹരമായ കഫേകളും റെസ്റ്റോറന്റുകളും ഇവിടെ സ്ഥിതി ചെയ്യുന്നു. ഈ ഒരു സ്ട്രീറ്റ് ഞാൻ വിചാരിച്ചതിനേക്കാളും ഒരുപാട് ലോങ് ആണ്. സോ കുറെ നേരം നടന്ന് ക്ഷീണിച്ചു. പിന്നെ ഈ കാണുന്ന തടിക്കഷ്ണത്തിൽ കുറച്ചു നേരം ഇരുന്ന് റെസ്റ്റ് എടുത്തു. ഈ ഒരു ഏരിയ കാണുമ്പോ വേറെ എവിടെയോ എത്തിയൊരു ഫീലാണ്. കാരണം അങ്ങനെ ആയിരുന്നു അവിടത്തെ കാഴ്ചകള്.
അവിടെ ഇരിക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റുന്ന കുറച്ച് മനോഹരമായ കാഴ്ചകളാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഞാൻ കുറച്ചു നേരത്തെ വിശ്രമത്തിന് ശേഷം തിരിച്ചു നടക്കാൻ തുടങ്ങി. ഇവിടെ 2 റോഡ് പാർട്ടീഷൻ പോലെയുണ്ട്. ഒരു സൈഡിൽ കൂടി ആദ്യം നടന്നിട്ട് തിരിച്ചു വരുമ്പോൾ ഞാൻ മറ്റേ സൈഡിൽ കൂടിയാ വന്നത്. എന്തായാലും മനോഹരമായ കാഴ്ചകളായിരുന്നു എനിക്ക് സമ്മാനിച്ചിട്ടുണ്ടായിരുന്നത്. ഒരു കാര്യം പറയാണ്ടിരിക്കാൻ വയ്യ, ഇവിടുത്തെ റോഡും കാര്യങ്ങളും നല്ല ക്ലീൻ ആൻഡ് നീറ്റ് ആയിരുന്നു കേട്ടോ. അങ്ങനെ മാൾ റോഡ് സന്ദർശനത്തിന് ശേഷം ഞാൻ ഇവിടുന്ന് തിരിക്കാൻ പോവാണ്. സോ വരുമ്പോഴും പോകുമ്പോഴും നമ്മൾ സെപ്പറേറ്റ് ടിക്കറ്റ് എടുത്തിട്ട് വേണം പോവാന്. അങ്ങനെ പോയി. പോകുന്ന വഴിയിലാണെങ്കിൽ മഴയൊക്കെ പെയ്തു, ചെറുതായിട്ടൊരു ചാറ്റൽ മഴ. പിന്നെ കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ വലിയൊരു മഴ വന്നു. അങ്ങനെ നല്ലൊരു ആംബിയനായിരുന്നു. പിന്നെ ഞാൻ എന്ത് ചെയ്യാനാണ്, റൂമിൽ പോയി കിടന്നു, അത്ര തന്നെ. അപ്പൊ ഇന്നത്തേക്ക് ഇത്രേ ഉള്ളൂ. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നെങ്കിൽ സപ്പോർട്ട് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് അടിക്കാനൊന്നും മറക്കരുത്. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ബൈ ഗായ്സ്.